ഇപ്രാവശ്യം മൗലവി വന്നിട്ട് പറയാണ്, അറിയോ സയ്യിദുനാന്ന് പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിസ്കാരത്തിലുള്ള സ്ഥലത്തിൽ സയ്യിദുനാന്ന് ഏത് റിപ്പോർട്ടിലില്ല, അതുകൊണ്ട് പറയണ്ട എന്നാ പറഞ്ഞത്. കള്ളം, പച്ചക്കള്ളം. സയ്യിദുനാന്ന് പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ വരും ഭർത്താനം പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ സയ്യിദുനാന്ന് പറയാൻ പാടില്ല. സയ്യിദുന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറയാറുണ്ട്. സയ്യിദുന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. നിങ്ങളിത് പറഞ്ഞതല്ലേ. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ സംശയമുണ്ടോ? നിങ്ങളെ ബുക്കുണ്ടെന്ന കയ്യിൽ സെലഫിന്റെ ബുക്കാണിത്. ഈ ബുക്കിൽ എന്താ പറയുന്നത് കേട്ടോ? നിസ്കാരത്തിന്റെ സ്വലാത്തൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുവരെ മൊത്തത്തിൽ പറയുന്നത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ നേതാവല്ലാത്തത് കൊണ്ടല്ല മുജാഹിദുകൾ സയ്യിദുന എന്ന പദം സലാത്തിൽ ഉൾപ്പെടുത്താത്തത്. നിസ്കാരത്തിലുള്ള സലാത്തിൽ നിന്നല്ല, സലാത്തിൽ ഉൾപ്പെടുത്താത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലോക മുസ്ലിമീങ്ങളുടെ നേതാവ്. ആദമിന്റെ മക്കളുടെ നേതാവാണ് ഞാൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ് തന്നെയാണ്. എന്നാൽ സലാത്തിൽ സയ്യിദുന എന്ന ഒരു വാചകം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നബിയെ ഏറ്റവും സ്നേഹിച്ച സഹാബികളോ താബിഈകളോ സയ്യിദുന എന്ന സലാത്തിൽ ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് സയ്യിദുന എന്ന സലാത്തിൽ പറ്റൂല. നിങ്ങളെ ബുക്ക് കൈപിടിച്ചിട്ടാ പറഞ്ഞു. ഇപ്പൊ മൗലവിയോട് എന്താ പറഞ്ഞത്? അവിടെ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ പേരിലൊരു ആരോപണം പറയുന്നത് നോക്കൂ. എന്ത് സയ്യിദുനാന് മുമ്പ് എതിർത്തു, ഇപ്പൊ മൗലവിക്ക് എതിർത്തില്ല. കേട്ടോളൂ. അതാണ് മുമ്പ് മൂപ്പര് പറഞ്ഞ് സയ്യിദുനാന്ന് റസൂലുള്ളാഹിന്റെ സ്വലാത്തിൽ പറയാൻ പാടില്ല. ഞാൻ KM മൗലവി തന്നെ സയ്യിദുനാന്ന് എഴുതിയിടങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ. ഇപ്പൊ മൂപ്പർക്കതിന് കുഴപ്പമില്ല, മൂപ്പർക്കതിന് എതിർത്തില്ല. കണ്ടോ എന്താണ് നമ്മൾ പറഞ്ഞത്? സലാത്ത് തസഖുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിരുന്ന 7ഓളം സലാത്തിന്റെ രൂപങ്ങൾ ഈ ഉള്ളവന്റെ ബഹ്റൈനിലെ ഒരു പ്രഭാഷണത്തിന്റെ വേളയിൽ 7 വാചകങ്ങളും എടുത്തുദ്ധരിച്ചിട്ട് ഇങ്ങനെ 7ഓളം രൂപങ്ങളിൽ ഈ സലാത്തിന്റെ രൂപം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളവൻ എന്ന് പറഞ്ഞു. അതിലൊന്നും ഒരു സയ്യിദിനെ കാണുന്നില്ല, അതിലൊന്നും ഒരു സയ്യിദിനെ കാണുന്നില്ല എന്ന് പറഞ്ഞതിന് സയ്യിദിനാണ് തീരെ എപ്പോഴും പറഞ്ഞൂടാ എന്നാക്കി തീർക്കുകയാണ് മൂപ്പര് ചെയ്തത്. എന്നാ മൗലവി, നിങ്ങളെ പുസ്തകം ഞാൻ വായിച്ചില്ലേ? സലാത്തിൽ സയ്യിദുന എന്ന ഒരു വാചകം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നബിയെ ഏറ്റവും സ്നേഹിച്ച സഹാബികളോ താബിഈകളോ സയ്യിദുന എന്ന സലാത്തിൽ ചൊല്ലിയിട്ടില്ല. ദുനിയാവിൽ ഏതെങ്കിലും ഒരു കിതാബിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ പണ്ഡിതന്മാര് പരിശോധിക്കട്ടെ. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ സയ്യിദുന എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തിന് ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. നിസ്കാരത്തുള്ള സ്വലാത്തിനല്ല. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം. ഇപ്പൊ സയ്യിദുനാന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ, മറ്റേ മൗലവിനെ കൊണ്ടും പറയിച്ച് കുഴപ്പമില്ല, സയ്യിദിനക്ക് കുഴപ്പമില്ല എന്ന് പറയും. നാരിയത്ത് സ്വലാത്തിനുള്ളത് എന്താ? അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ തഅമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. അതിന് കുഴപ്പമില്ല. അപ്പൊ സയ്യിദുന മുഹമ്മദ് വരെ കുഴപ്പമില്ല. ബാക്കിയും കൂടി നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കും മൗലവിമാരെ. നാരിയത്ത് സ്വലാത്തിന്റെ പകുതി പറ്റിയല്ലോ, സ്വസല്ലേനയുള്ളൂ, ബാക്കിയും കൂടി നിങ്ങളെ കൊണ്ട് ജയിച്ചു തരാ. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം. ഇപ്പൊ സയ്യിദുനാന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ, വിടൂല. ഇതിന് മറുപടി പറയണം. നിങ്ങളെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള കൽപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല. വളരെ കേട്ടോളി. നമ്മുടെ കൽപ്പന ഇല്ലാത്ത വല്ല അമലും ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എനിക്കോടെ സയ്യിദുനാന്ന് പറയാനാണല്ലോ ഇപ്പോഴത്തെ വാദം. ചോദിക്കട്ടെ, റസൂലുള്ള സയ്യിദുനാന്ന് സലാത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് എവിടെ? ഞങ്ങൾ റസൂലുള്ളാഹിക്ക് റിപ്പോർട്ട് കിട്ടിയതേ പറയൂന്നല്ലേ പറഞ്ഞത്. സലാത്തിനെ സംബന്ധിച്ച് സലാത്തിന് ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്?
ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികത്തെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികത്തെ അവിടെ നിന്നോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. റസൂലുള്ളാഹിന്ന് കിട്ടി റിപ്പോർട്ടില്ലാത്ത പറയൂലാതല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? റിപ്പോർട്ടില്ലാത്തതല്ലേ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ സയ്യിദുനാ എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല. അത് പറയുന്നതെങ്ങനെ? നിങ്ങളെ ഇവിടെ പിടിച്ചു കെട്ടിയില്ലേ? സയ്യിദിനെ പറയാമെന്നിപ്പോ സമ്മതിച്ചു. റിപ്പോർട്ടിലില്ലാത്ത ഞങ്ങൾ പറയൂല നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു. റിപ്പോർട്ടിൽ എവിടെ സയ്യിദിനാ? ഇല്ല 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 ഇല്ല. സയ്യിദിനെ പറയാമെന്ന് സമ്മതിക്കുന്നുമുണ്ട്, റിപ്പോർട്ടിലൊട്ടില്ലതാനും. പൊട്ടിയില്ലേ മൗലവി, പൊട്ടിയില്ലേ മൗലവി. എനിക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഇയാളെ പുസ്തകത്തിൽ ഇയാൾ പറയുന്നു അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു എന്ന് പറയണ്ട. നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു എന്ന് പറയണ്ട. അസ്കാറിൽ ഇമാം നബി പറയുന്നുണ്ട് അങ്ങനെ തന്നെ പറയണം. ഇതിന് പറയുന്ന അങ്ങനെ പറയണ്ട, അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ മതി. എന്നാ മൗലവി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നിങ്ങൾ പറയൂ. അസ്സലാമു അലൻ നബി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാൻ കൽപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ള കൽപ്പിച്ചതുപോലെ മാത്രമേ പറ്റൂ. നിങ്ങൾ ഇതേ ബുക്കിലുണ്ട്. റസൂലുള്ള കൽപ്പിച്ചത് അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറയാനാണ്. അത് ബുഖാരിയിലുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറയാൻ റസൂലുള്ള കൽപ്പിച്ചു. അലൻ നബി ഇബ്നു മസ്ഊദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ നിങ്ങളെ ബുക്കിൽ പറയുന്നു. റസൂലുള്ള കൽപ്പിച്ചതിനെതിരെ ഇബ്നു മസ്ഊദ് പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ മൗലവി? നിങ്ങളെ വാദപ്രകാരം തള്ളണ്ടേ? നിങ്ങളെന്തേ 2 ബാങ്ക് ജുമഅത്ത് കൊടുക്കാത്തത്? റസൂലുള്ള 2 ബാങ്ക് കൊടുത്തിട്ടില്ല. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടാക്കിയതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സഹാബത്ത് ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത്? എന്തേ മൗലവി ഇങ്ങനെ തോന്നിവാസം നിങ്ങളെ പുസ്തകത്തിൽ കാണുന്നത്? അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്നത് മാറ്റിയിട്ട് അസ്സലാമു അലൻ നബി എന്ന് ചൊല്ലാമെന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളെ ഇമാമിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കതൊക്കെ വകുപ്പുണ്ട്. നിങ്ങളോട് ചോദ്യമാണ്. റസൂലുള്ള കൽപ്പിക്കാത്തത് ഞങ്ങൾ പറയൂല ചെയ്യൂല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികത്തെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികത്തെ അവിടെ നിന്നോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ആൺകുട്ടിയാണെങ്കിൽ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്നല്ലാതെ അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് തരാമോ? 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 നിങ്ങളെ പുസ്തകമിതാ വലിച്ചെറിയുന്നു. മുസ്ലിം സമുദായം സലഫിയെ വലിച്ചെറിയുന്നു. ഇനി സഹോദരന്മാരെ, എന്തിനാ അസ്സലാമു അലൻ നബിയാക്കിയത്? കേട്ടോളെ, അത് നിങ്ങളെ തത്വല്ലേ സഹാബത്തിനെ സ്വീകരിക്കൂല. സഹാബികളുടെ വീക്ഷണങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം തെളിവായി അംഗീകരിക്കാത്തത് മൂലമാണ് വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക് മുത്തലാഖ്, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ ഗൾഫ് സലഫികളുടെ നിലപാടുകളുമായി യോജിച്ചത് എന്ന് നിങ്ങളെ മുജാഹിദുകൾ എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ സഹാബത്തിനെ നിങ്ങൾ തള്ളിയവരല്ലേ? സഹാബത്ത് ചെയ്താൽ ദീനിൽ തെളിവല്ലെന്ന് നിങ്ങളെ വലിയ നേതാവ് എറിഞ്ഞെത്തരും. ഞങ്ങൾ ഒരുപാട് കാലം പ്രസംഗിച്ചിട്ടില്ലേ? ആ മൗലവി ഇപ്പൊ ജീവൻ പോയില്ലേ? ഇനി ചോദിക്കട്ടെ, പടച്ചവന്റെ മുമ്പിലാണ് അവസ്ഥ എന്താണ്? മൗലവിയുടെ തട്ടിപ്പ് കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു മഹാന്മാരുടെ ജാറത്തിന്റെ മേലെ കുബ്ബയുണ്ടാക്കുന്നത് പുണ്യമാണെന്നതാ ഫത്ഹുൽ ജവാദിൽ പറഞ്ഞിട്ടുണ്ട്, തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്, സർവ്വകിതാബിലും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളുടെ പേരിൽ അതാ കുബ്ബയുണ്ടാക്കുന്നത് അതേ മസ്ജിദുൽ നിറാർ പോലെയാണ്. അത്തരത്തിലുള്ള ഇമാമിങ്ങൾ പറഞ്ഞുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങളിവിടെ വായിച്ചില്ലേ മൗലവി? ഖബാലുൽ അനാബിലത്ത് പറഞ്ഞ വാക്ക്, അതും സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള കുബ്ബയുണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞ വാക്ക്, നിങ്ങൾ സിയാറത്തിൽ വരുന്നവരെ സൗകര്യത്തിന് വേണ്ടി
വേണ്ടിയും അവരെ സിയാറത്തിന് വേണ്ടി ജനങ്ങൾ ഒരുമിച്ചുകൂടാൻ വേണ്ടിയുമുള്ള കൊണ്ട അത് പുണ്യകർമ്മമാണ് ഇമാം ഗസാലി പറഞ്ഞിട്ട്, ഇമാം നവവി റളിയല്ലാഹു പറഞ്ഞിട്ട്, ഇബ്നു ഹൈസമി അവിടുത്തെ മുഴുവൻ കിതാബിലും പറഞ്ഞിട്ട്, ഇമാം ഗംഭീർ പറഞ്ഞിട്ട്, ആ ഇമാമിങ്ങളെ പേരിൽ പച്ചക്കള്ളും ഇവിടെ പറഞ്ഞു വിളമ്പിയിട്ട് പേരോട് മറുപടി പറഞ്ഞില്ല എന്ന് നിങ്ങൾ ഇവിടുന്ന് പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? എന്തിനാണ് മൗലവി ഇങ്ങനത്തെ നുണയും കൊണ്ട് നടക്കുന്നത്? ചോദിക്കട്ടെ, ഉദാഹരണത്ത് വായിക്കുമ്പോ ചൊല്ലുന്നത് വളരെ നല്ലതാണ്, പുണ്യകർമ്മമാണെന്ന് സർവ പണ്ഡിതന്മാരും മനസ്സിലാക്കിയവരായ നിലയ്ക്ക് അവരതാവുമില്ല അവിടെ വെച്ച് ചൊല്ലുന്നതിൽ ഏറ്റവും നല്ലതാണ് എന്ന് രേഖപ്പെടുത്തിയത് ഞാനെടുത്ത് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ച് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ മൗലവി? ഇവിടെ അതാവരത്തിന് മുസ്ലിംമാരില്ലേ? ഇമാമിന്റെ യഥാർത്ഥ പേരോട് കള്ളം പറഞ്ഞതാണ്, മുസ്ലിംമാർക്ക് പരിശോധിച്ചുകൂടെ എന്ന് പറഞ്ഞില്ലേ? ഈ ശബ്ദം ശ്രമിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ പറയൂ മുസ്തഹ്സിനീന ലഹു എന്നിടത്ത് അത് ആരെ കുറിച്ചാണ്? ആ വിഷയത്തെ കുറിച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന ആ കാര്യം അത് പുണ്യമാണ്, അത് പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നതാണോ അവിടെ ഉദ്ദേശം? അതോ ഉസ്തുതിയെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടിരുന്നോ? ഏതാണ്? രണ്ടാമത് പറഞ്ഞതാ. ഉസ്തുതിയെ പറ്റി പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ അയാളെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. അങ്ങനെ ഒരു സദവിചാരം വെച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ വസ്തുത. ഏത് മുസ്ലിയാരാമലും ആൺകുട്ടിയായി ജീവിക്കുന്ന ഏത് മുസ്ലിയാരാവുള്ളത് എന്നതിന് നിങ്ങൾ അർത്ഥം പറഞ്ഞതുപോലെ പറയാൻ ധൈര്യമുള്ള ഏത് മുസ്ലിയാരാണ് ഇവിടെ ഉള്ളത്? കാണട്ടെ, ഞാൻ അങ്ങനെ ഒരു മുസ്ലിയാരുണ്ടെങ്കിൽ കാണട്ടെ, മൗലവി ഉണ്ടെങ്കിൽ കാണട്ടെ, പറയട്ടെ. അങ്ങനെ ഒരർത്ഥം അതിനില്ലേ? ഇല്ല. അതിങ്ങളുടെ നോക്കൂ, അതിലതിന്റെ അർത്ഥം വിശദീകരിച്ചിട്ടില്ലേ? ഇമാമിങ്ങളെ കിതാബുകൾ നോക്കിയിട്ടാണ് ഞാൻ ഇമാമിങ്ങളെ കിതാബ് വിശദീകരിക്കുന്നത്. നിങ്ങളെപ്പോലെ കള്ളം പറയാൻ വന്നതല്ല മൗലവി. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ഇമാമിങ്ങളെ കള്ളുകുടിയനാക്കിയില്ലേ? ഇമാമിങ്ങളെ പറ്റി നിങ്ങൾ കള്ളുകുടിയനാണെന്ന് പറഞ്ഞില്ലേ? യഹൂദികളല്ലേ നിങ്ങളെ കൊണ്ടത് പറയിച്ചത്? ഇല്ല മൗലവി, തോലിരിച്ചിട്ടല്ലാതെ, നിങ്ങളെ തോലിരിച്ചിട്ടല്ലാതെ നിങ്ങളെ യഹൂദി മതം ഇവിടെ പ്രചരിപ്പിക്കാൻ അനുവദിക്കൂല. സലഫികളുടെ തോലിവാസമുണ്ടിവിടെ. ഞാനതിതാ മുസ്ലിം സമുദായത്തിന്റെ മുന്നിലേക്ക് വ്യക്തമായി വലിച്ചു വെക്കുന്നു. ധൈര്യമുണ്ടോ സലഫി? ധൈര്യമുണ്ടോ സലാഹി? ധൈര്യമുണ്ടോ മൗലവിമാരെ? ഖുർആനും ഹദീസും കയ്യിൽ പിടിച്ച് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇമാം മുസ്ലിം കള്ളുകുടിയനാണ് നിങ്ങൾ പ്രസംഗിച്ചില്ലേ? ശരിക്കും ഞാൻ പറയുന്ന വിഷയം നിങ്ങളൊന്ന് കേട്ടോ. എന്താ വിഷയോ? മൗലവി പറയുന്നു എല്ലാ ഇമാമിങ്ങളും ഉദ്ധരിച്ച ഒരു സംഭവം വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം മുസ്ലിമിന്റെ സ്വപ്നമല്ല എന്നതിൽ മുസ്ലിമീങ്ങളെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഇമാം റാജി ഖുർആനാണ് ധരിച്ചത്. ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മദ്ഖലിൽ എടുക്കുവാൻ എന്താ ഉദ്ധരിച്ചത് ഖുർആനാ. വലൗ അന്നഹും ളലബൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ആറ് ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ പറഞ്ഞു കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. فالتوسل به عليه الصلاة والسلام ومحل حق أحمال الأوزار وأثقال الذنوب والخطايا لأن بركة شفاعته عليه الصلاة والسلام وعظمها عند ربه لا يتعاظمها ذنب لأنها أعظم من جميع الجميع فليستبشر من زاره والجأ إلى الله بشفاعة نبيه. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ومن اعتقد خلاف هذا فهو المحروم. റസൂലുള്ളാഹിനെ അടയാളമാക്കിക്കൂടാ, റസൂലുള്ളാഹിനോട് സഹായം തേടിക്കൂടാ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാത്തവനാണ്. എന്താ തെളിവ്? അലം യസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അള്ളാഹിന്റെ വാക്കവൻ കേട്ടില്ലേ? ലൗ അന്നഹും ളലബൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട്
ആയത്തുദ്ധരിച്ചിട്ട് ഇമാമിങ്ങൾ പറയാൻ സമഞ്ചാഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നാൽ വഖഫദിബാദിഹി അവിടുത്തെ വാതിൽ നിൽക്കൽ വന്നാൽ വതവസ്സലബിഹി റസൂലുള്ളാഹിനെ കൊണ്ട് അടയാളമാക്കിയാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും അല്ലാഹു തൗവാബുർ റഹീമ. കാരണം അല്ലാഹു തആല ഒരിക്കലും തന്നെ വാഗ്ദത്തം ലംഘിക്കൂല. അതിങ്ങനെ പറഞ്ഞു വഖദ് വഅദ സുബ്ഹാനഹു അല്ലാഹു വാഗ്ദത്തം ചെയ്തതാണ്. യുസുഫിന്റെ സ്വപ്നമൊന്നുമല്ല. യുസുഫിന്റെ സ്വപ്നം ഞാൻ പിന്നെ പറയാം. അല്ലാഹു വാഗ്ദത്തം ചെയ്തതാണ്. സുബ്ഹാനഹു വ തആല ബിത്തൗബതി ലിമൻ ജാഅഹു നബിയെ സമീപിക്കുന്നവന് വഖഫദിബാദിഹി അവിടുത്തെ വാതിൽക്കൽ നിൽക്കുന്നവന് വസഅലഹു നബിയോട് ചോദിക്കുന്നവന് വസ്തഗ്ഫറ റബ്ബഹു റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുന്നവന് ഫഹാദാ ഈ കാര്യം ലാ യസുഖു ഫീഹി വലാ യർതാബു ഇല്ലാ ജാഹിദുൻ ലിദ്ദീൻ മതത്തെ നിഷേധിക്കുന്ന മതവിരോധിയല്ലാതെ മുആനിദുൻ അല്ലാഹുവിനോട് എതിർപ്പ് കാണിക്കുന്നവനല്ലാതെ ശ്രദ്ധിക്കൂല. വലി റസൂലിഹി റസൂലുള്ളാഹിനോട് എതിർപ്പുള്ളവനല്ലാതെ ശ്രദ്ധിക്കൂല. അപ്പൊ ഖുർആനാ തെളിവാണ്. ഇതിന് റസൂലുള്ളാഹിനെ അടയാളമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടണം. ഖുർആനാ യുസുഫിന്റെ ഖൗലൊന്നല്ല, യുസുഫിന്റെ സ്വപ്നമല്ല. പക്ഷേ ആ ഖുർആനിൽ പറഞ്ഞ സംഭവം അനുസരിച്ച് ഒരു മഹാൻ ഖുർആനിന്റെ ഭാഷ അറിയുന്ന ഒരു അറാബി ഭാഷ അറിയുന്ന ആളാണ്. ആ ഖുർആൻ അറിയുന്ന ഒരു അറാബി, ആ അറാബി ഖുർആനിൽ മനസ്സിലാക്കി യുസുഫിയൊന്നല്ല. റസൂലുള്ളാഹിന്റെ വന്ന് ഈ ആയത്ത് മോദിയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചെന്ന് തേടി. അത് തേടുന്നത് കണ്ടാളാണ് ഇമാം യുസുഫി. ആ യുസുഫി പിന്നെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു യുസുഫി അദ്ദേഹത്തോട് പറയണം അല്ലാഹു പുറത്തു കൊടുത്തു. യുസുഫി സ്വപ്നം കണ്ടാലും ഇല്ലെങ്കിൽ ആയത്ത് തെളിവല്ലേ? അപ്പൊ സ്വപ്നമാണോ നമ്മുടെ തെളിവ്? മൗലവിപ്പെടുന്ന ഒരു കള്ളത്തരം ചെയ്തിയേ. കാന്തപുരം പറയുന്നുണ്ട് ഞാൻ അതാ ഇതിനകത്തായി നിശ്ചയത്തിന് സ്വപ്നം കണ്ടു പേരോട് പറയുന്നുണ്ട് സ്വപ്നം തെളിവല്ല. പേരോടാകുന്ന ശിഷ്യന്റെ തലയിലുണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ധരിച്ചു നടത്തി കൊടുക്കേന്. എന്താ ധരിച്ചു നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നം ഒന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു മൗലവി, ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂലിനെതിരായി സ്വപ്നം കണ്ടാ തെളിവല്ല. കള്ളത്തെരിക്കാത്തോട് പറഞ്ഞ അള്ളാന്റെ റസൂൽ 5 പേർ നിസ്കരിക്കണം വരിക. എന്റെ ശൈഖനെ ആ സ്വപ്നം കണ്ടിട്ട് ശൈഖ് പറഞ്ഞിട്ട് നിസ്കരിക്കണ്ടാൽ സ്വപ്നം തരിക. അത് മൗലവി തിരിമറി നടത്തിയതാണ്. ബാക്കിയോട് പറയട്ടെ, എന്ത് പറയാ കേട്ടോളൂ. എന്താ ചിലപ്പോ പിഴച്ചുപോയ ശൈഖിന്റെ കോലത്തിൽ വലിയ ശൈഖായിട്ട് വരുന്നു. ചിലപ്പോൾ ശറഇനെതിരായ കാര്യത്തിൽ നീ പൂണ്ടുപിടിക്കുകയും നീ അള്ളാഹുവിന്റെ അലിമീങ്ങളെ കുറ്റം പറയുകയും തങ്ങന്മാരെ നിസാരപ്പെടുത്തുകയും അള്ള ബഹുമാനിച്ചതിനെ നിസാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ശൈത്താൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല, ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ശൈത്താൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ള അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മളെ മുൻഗാമികളായ അരിമീങ്ങളും മഹാന്മാരുമാണ്. അവർ പഠിപ്പിച്ചതിനെതിരെ, അവർ പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള
എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്തെരുവ് കത്തുകൾ പെരുകിയ കാലമാണ്, കള്ളശൈഖന്മാരിറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിക്കെതിരായി ശരീഅത്തിനെതിരായി സ്വപ്നം കണ്ട തെളിവല്ല. മൂപ്പര് പറയും, കാന്തപുരം പറയുന്നുണ്ട്, ഞാൻ അതാ ഇതിനകത്തായി നിശ്ചിച്ചിരുന്ന സ്വപ്നം കണ്ടു, ഇതാ സീറ്റി. അത് റസൂലുള്ളാഹിക്കെതിരാ? റസൂലുള്ളാഹിക്കെതിരെ സ്വപ്നം കണ്ടാലോ തെളിവാവൂല. റസൂൽ പറഞ്ഞതിനെതിരായി സ്വപ്നം കണ്ടാൽ തെളിവാവൂല. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇമാം ശറഹ് മുസ്ലിമൊക്കെ വിശദമായി വിശദീകരിച്ചതല്ലേ? ആ കോടി പഠിക്കണ്ടേ മൗലവി? എന്നാ പോകട്ടെ സഹോദരന്മാരെ. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഈ അറാബി, ഖുർആൻ അറിയുന്ന അറാബി റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നതും അതിന് ഖുർആൻ തെളിവുദ്ധരിക്കുന്നതും കേട്ട ഒരു മഹാനാണ്. ആ മഹാൻ ശരിക്കും മനസ്സിലാക്കണം. ആ മഹാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അദ്ദേഹത്തിന് വസ്തു കൊടുത്തു എന്നുള്ള പേരും റസൂലുള്ളാഹി അറിയിച്ചു. അത് മഹാനവറുകൾ പറഞ്ഞു. ഇത് എല്ലാ ഇമാമുകളും കിതാബിലേക്ക് ഇതിന് കസീരയിൽ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാനിവിടെ ഉദ്ധരിച്ചു. ഇപ്പൊ മൗലവിയായി സ്വപ്നത്തിന്റെ കഥയാക്കാൻ നോക്കി പോട്ടെ. അതിന് മൗലവിക്ക് പിടുത്തം കിട്ടൂലാൻ തോന്നും. മൗലവിന്റെ സീതറിയോ? ഇമാം മുസ്ലിം കള്ളൂടിയനാണ്. ശരിക്കും മനസ്സിലാക്കണം. ഇമാം മുസ്ലിം കള്ളൂടിയനാണ്. അരി മൗലവിമാർ. ഞാൻ പറഞ്ഞുതരാം. മൗലവിമാർ ഇപ്പൊ അങ്ങനെ വിട്ടാൽ പറ്റും. മൗലവിമാർ ഈ തോന്നിവാസവും പറഞ്ഞിട്ട് എത്ര കാലമായി ഇവർ നടത്താൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ തോന്നിവാസം ഇമാം ഇവർ കള്ളുടിയമാരല്ലേ? ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന് വെക്കുവനെ. ആ ഇമാം മുസ്ലിം കള്ളൂടിയനാണെന്ന് സക്കരിയ പറയുന്ന വെക്ക്, പിന്നെ വെള്ളത്തിന്റെ ആളാണ് സലഫി പറയുന്ന വെക്ക്. രണ്ടു നോക്ക്. ആരാണ് സ്ഥിതിയെ പറ്റി നമ്മൾ പറയുന്നതല്ല, മൂപ്പരുടെ സ്വഭാവങ്ങൾ പറയുന്നു. വെള്ളത്തിന്റെ ആളാണ് സറാബ്. ആ കേട്ടില്ലേ? ആരാണ് സ്ഥിതി? വെള്ളത്തിന്റെ ആളാ. വെള്ളത്തിന്റെ ആളാ സറാബ്. എന്താണ് വെള്ളം കൊണ്ട് ഉദ്ദേശിച്ചത്? പച്ചവെള്ളം കുടിക്കാൻ കുഴപ്പമുണ്ടോ? എന്ത് വെള്ളം ഉദ്ദേശിച്ചത്? പച്ചവെള്ളം ഉദ്ദേശിച്ചത്. പച്ചവെള്ളം കുടിക്കാൻ കുഴപ്പമുണ്ടോ? ഇമാം മുസ്ലിം വെള്ളത്തിന്റെ ആളാണ് കള്ളൂടിയനാണ്. അത് മറ്റേ പോലെ കൊണ്ട് ശരിക്കും പറയുന്നത് കള്ളൂടിയനാണ്. ഇസ്തുതി എന്ന് പറയുന്നത് കണ്ടുകൂടിയത് ആ കള്ളൂടി ഉണ്ടാക്കിയൊരു കഥണ്ട്. ഇസ്തുതി എന്ന് പറയുന്നത് കണ്ടുകൂടിയത് ആ കള്ളൂടി ഉണ്ടാക്കിയൊരു കഥണ്ട്. ഇസ്തുതി എന്ന് പറയുന്നത് കള്ളൂടിയുണ്ട്. ആ കള്ളൂടി ഉണ്ടാക്കിയൊരു കഥണ്ട്. ഒരു കള്ളുകുടിയനാണ്. ഒരു കള്ളുകുടിയനാണ് ആര്? ഈ കള്ളൂടിന്റെ കഥയാണ് എഴുതിയത്. ഇവര് കസീർ എഴുതിയത്. ഇത് മനസ്സിലാക്കാനുള്ള ഗൗരവം. അപ്പൊ മുസ്ലിം കള്ളുകുടിയനാണ്. ഓ മുസ്ലിങ്ങളെ, മദീനത്തെ പള്ളിന്റെ ചുമരുമരുണ്ട് ഈ പദ്യ. ഒത്തിരി സ്വപ്നം കണ്ട ആ സമയത്ത് എന്റെ പദ്യം ഇത് കള്ളൂടിന്റെ പദ്യ. അവിടെ പള്ളിയുടെ ഗവൺമെന്റ് എഴുതി വെച്ചല്ലേ യഹൂദികളെ കയ്യടിയാ വാങ്ങാൻ വേണ്ടി. യഹൂദികൾക്കെന്ന് പറയുക കള്ളൂടിന്റെ പദ്യല്ലേ നിങ്ങൾ മുഹമ്മദിന്റെ മുന്നിൽ മദീനത്തെ പള്ളിയിൽ എഴുതി വെച്ചത് ചോദിക്കാൻ വേണ്ടി. മൗലവിമാർ ഈ യഹൂദികൾ കടമെടുത്തതല്ലേ, അച്ചാരം കൊടുത്തതല്ലേ? ഇമാമിങ്ങൾ കള്ളൂടിയാണല്ലേ? എന്നാ മുസ്ലിമേ, ഇതെന്തിനാ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഇമാം മുസ്ലിം കള്ളുകൂടിയനാണ് എന്നുള്ളതിന് എന്താ സലഫി പറഞ്ഞ തെളിവ്? സലഫി ഒരു ഉദ്ധരണി വായിച്ചു. ഒന്നുകൂടി വെക്കുപോലെ സലഫിന്റെ വാക്ക് മുസ്ലിമീങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഞാനെനിക്ക് വിശദീകരിച്ചു തരാ. ആരാണ് സ്ഥിതിയെ പറ്റി നമ്മൾ പറയുന്നതല്ല, മൂപ്പരുടെ സ്വഭാവങ്ങൾ പറയുന്നു. വെള്ളത്തിന്റെ ആളാണ് സറാബ്. ആ നിലക്കുള്ള അഭിപ്രായം അദ്ദേഹം വായിച്ച ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ എന്താ മുസ്ലിമെ പറയുന്നത്? എന്തൊരു കളവാണ് നാദാവെടുത്ത് വന്നിട്ട് ഈ ഇമാമിങ്ങളെ കള്ളുകുടിയനാക്കിയ സലഫി പറഞ്ഞത്. ഞാനെന്ന് വായിച്ച ആദ്യം മുതലേ വായിച്ച കേട്ടോ. കിതാബ് നോക്കി വായിച്ച അബൂ അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ ഉബൈദുല്ലാഹ് ബിൻ അംർ ബിൻ മുആവിയത്ത് ബിൻ അംർ ബിൻ ഉത്ബത്ത് ബിൻ അബീ സുഫ്യാൻ ഫഖർ ബിൻ ഹർബ് ബിൻ ഉമയ്യത്ത് ബിൻ അബ്ദി ശംസ് അൽ-ഖുറശി അൽ-അമദി അൽ-മഅറൂഫ് ബിൽ ഉത്ബി അസ്സാഇറുൽ ബസറിയുൽ മശ്ഹൂർ. അറിയപ്പെട്ട ബസറക്കാരനായ വലിയ പദ്യവുമായി ബന്ധപ്പെടുന്ന പദ്യം ചൊല്ലുന്ന ആളാണ്. കാന അദീബൻ ഫാളിലൻ ഷാഇറൻ മജീദൻ.
അദ്ദേഹം വലിയ ഭാഷാ പണ്ഡിതനും വലിയ ബഹുമാനിയും വലിയ പദ്യം ചൊല്ലുന്ന ആളും മജീദൻ വളരെ മഹത്വമുള്ള ആളുമാണ്. വക്കാന യർവിൽ അഖ്ബാറ, അദ്ദേഹം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വഅയ്യാമൽ അറബ്, അറബികളെ മുൻകാലത്തുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാതലഹു ബനൂൻ, കുറെ ആൺമക്കൾ മരിച്ചുപോയിട്ടുണ്ട്. വക്കാന യുർഫീഹും, അവർക്കൊക്കെ മറഫിയത്ത് പാടിയിട്ടുണ്ട്. വറവ ആ ഇമാം ഇസ്ബി റിപ്പോർട്ട് സ്വീകരിച്ച ഇമാമിങ്ങൾ നബിഹി സ്വന്തം പിതാവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസിൽ ബുഖാരി ഇമാമിന്റെ രണ്ടാം ഉസ്താദായി പറയുന്ന ഷാഫി ഇമാമിന്റെ ഉസ്താദ് സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. പിന്നെയും കുറെ പണ്ഡിതന്മാരെ പറ്റി പറയാൻ വറവ അൻഹു, ഉത്ബിയിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിച്ച മഹാന്മാർ അബൂ ഹാത്തിം സിജിസ്താനി, വലിയ ഹദീസ് പണ്ഡിതൻ അബൂ ഹാത്തിം സിജിസ്താനി, വഅബുൽ ഫദ്ൽ റിയാസി, വഇസ്ഹാഖ് ഇബ്നു മുഹമ്മദ് അൻ-നഖി വഗൈറുഹും. വഖദിമ ബഗ്ദാദ് വഹദ്ദസ ബിഹാ, ബഗ്ദാദിൽ വന്ന് ഹദീസ് പറഞ്ഞ മഹാനാണ്. വഅഖദ അൻഹു അഹ്ലുഹാ, ആ ബഗ്ദാദുകാരെല്ലാം മഹാന്റെ ഹദീസ് സ്വീകരിച്ചതാണ്, മഹാനിൽ നിന്ന് പഠിച്ചതാണ്. ശരിക്കും മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ട് അതേ ഇബാറത്തിന്റെ അവസാനം ഇനി ബാക്കി വായിക്കാം. അയാൾ വായിച്ച ഭാഗത്തിന് ശേഷമല്ല ഞാൻ വായിക്കാം. അവസാനം പറഞ്ഞു വഹുവ മിൻ ഫുഹൂലി ശുഅറാഇൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരിൽ വലിയ മഹാന്മാരിൽപ്പെട്ട ആളാണ്. ഇതൊക്കെ കിതാബിലുണ്ട്, അപ്പുറം ഇപ്പുറമുണ്ട്. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു വാചകം, എന്താ വാചകം? വക്കാന മുസ്തഖിറൻ ബിശ്ശറാബ്, അതിനാണ് മൗലവി അർത്ഥം വെച്ചത് കള്ളുകുടിയൻ, വെള്ളത്തിന്റെ ആള്. ഏതൊരു സറാബേ, സലഫി സറാബേ എന്നാണ് അല്ലേ? സറാബ് എന്ന കള്ളാമൗലവി, കള്ള. എന്നാലിതാ നാദാപുരത്തിന്റെ മണ്ണിൽ സലഫിയുടെ കാപട്യം പൊളിച്ചിയാനിതാ കാണിക്കുന്നു. സലഫി യഹൂദി ചാരനാണോ അല്ലേ? മുസ്ലിമീങ്ങളെ പഠിച്ചോ, സലഫി യഹൂദി ചാരനാണോ അല്ലേ? ഞാൻ വായിക്കട്ടെ ബുഖാരിയും മുസ്ലിമും. എന്താ ബുഖാരി? ബാബുൽ ബാദത്തി വമന്നഹാൻകുല്ലി മുസ്ലിമിനുള്ള സിരിബ, അതിങ്ങനെ പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് കാണാം ഹദീസ് ഉദ്ധരിച്ച് സുഫിയാൻ ഹദ്ദസനാ മുഹമ്മദ് ബിൻ കസീർ അഖ്ബർനാ സുഫിയാൻ അന്ന ബിൻ ജുവൈരിയ ഖാൽ സഅൽതു ഇബ്നു അബ്ബാസ് മിൻ അൽ-ബാദത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അതേ അണച്ചുകൂട്ടിയിട്ട് ദുആ ചെയ്തു കൊടുത്ത ഖുർആൻ വ്യാഖ്യാതാക്കളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മൂപ്പരോട് ചോദിച്ചു ബാദത്തിനെ കുറിച്ച്. ബാദത്ത് എന്ന് പറയുന്ന ഒരു പാനീയമാണ്. ഫഖാല സബഖ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ബാദഖ ഫമാ അസ്കറ ഫഹുവ ഹറാം. ബാദത്ത് എന്ന് പറയുന്ന സാധനം, മസ്തുണ്ടാക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഹറാമാണെന്ന് റസൂൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പേരല്ല നോട്ടം, ലഹരി ഉണ്ടോ എന്നുള്ളതാ നോട്ടം. പിന്നെ മഹാനവരെ പറയാണ് ഖാല അസ്സറാബുൽ ഹലാലു തയ്യിബ്, ശറാബിനല്ലേ മൗലവി കണ്ടത്? അസ്സറാബു അൽ ഹലാലു തയ്യിബ്. ഖാല ലൈസ ബഅദൽ ഹലാലി തയ്യിബ് ഇല്ലൽ ഹറാമുൽ ഖബീസ്. അസ്സറാബുൽ ഹലാലു തയ്യിബ്, മൗലവി അർത്ഥം വെച്ചു കള്ള് ഹലാലായ തയ്യിബായ കള്ള്. അങ്ങനെ നല്ല ഹലാലായ കള്ളുണ്ടോ മൗലവി? പറ മൗലവി, അർത്ഥം പറ. ഇനിയും പറയട്ടെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഹദീസ് കാണാം. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ കൊടുക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് ഷാമിലേക്ക് വന്നു. അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് അതാ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ശറാബ് കുടിക്കാൻ പറ്റുമോ? ലഹരിയില്ല. അതാ മഹാനവറുകളോട് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവരെടുക്കൽ കൊണ്ടുവന്നു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എന്ത് ചെയ്തു? ശറാബിന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് കൈകടത്തി. ആ ശറാബിൽ കൈകുത്തിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് കൈകൊണ്ട് ആ ശറാബ് മോന്തി കുടിച്ചു. അതിൽ അതാ അത് കുടിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് അവരോട് കൽപ്പിച്ചു. പരമ്പര മുസ്ലിം ഉമർ ഇബ്നു ഖത്താബ് കള്ളുടിക്കാൻ പറയോ?
ശറാബ് കള്ളാണ് എന്നല്ലേ മൗലവിമാര് പറഞ്ഞത്. പോരാ, ഇപ്പൊ മൗലവിന്റെ ഉള്ളിലെ ലക്ഷ്യം എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് കള്ളൂടിയനാണ്, നിവർത്തലാണ്. കാരണം തറാവീഹ് 20 നിസ്കരിച്ച് നടപ്പാക്കിയ ആളാണല്ലോ, കള്ളൂടിയനാണ്. ഇപ്പൊ പറഞ്ഞു വെക്കണമല്ലോ, യഹൂദികളല്ലേ ഇതിന്റെ പിന്നിൽ മുസ്ലിമേ. പോരാ, മൗലവിന്റെ കാപ്പത്യമാ പറയുന്നത്. മൗലവി വന്നിട്ട് മുത്തുനബി എന്ന് പറയും, മുത്തുമാണിക്കക്കല്ലി എന്ന് പറയും, ഹബീബായ നബി എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നീട്ടി മണിച്ച് മൂപ്പരും പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയും. നമുക്ക് തോന്നും അതാ ഈ സെലഫിയുണ്ടല്ലോ, അയാൾക്ക് റസൂലുള്ളാഹിനോട് വലിയ സ്നേഹമാണെന്ന് തോന്നും. തട്ടിപ്പാടേ മുസ്ലിമീങ്ങളെ, കാപ്പറ്റവാണേ മുസ്ലിമീങ്ങളെ. എന്താ കാരണം? നിങ്ങൾ കേൾക്കണം. ശറാബി എന്ന് പറഞ്ഞാൽ കള്ള് എന്നല്ലേ മൗലവിമാരർത്ഥം വെച്ചത്. എന്നാ റസൂലുള്ള ശറാബ് കുടിച്ചു, അത് ഹദീസിലുണ്ട്. ഇത് മൗലവിമാര് കാണാനിട്ടല്ല. റസൂലുള്ളാഹിനെ കള്ളുകുടിയനാണെന്ന് യഹൂദികൾക്ക് പറയാനുള്ള വകുപ്പുണ്ടാക്കുകയാണ്. ശറാബ് കള്ളാണ് എന്ന് മൗലവിമാര് പ്രസംഗിച്ചാൽ യഹൂദികൾക്ക് പറയാമല്ലോ, ഇന്നലെ മുഹമ്മദ് നബി കള്ളുകുടിയനല്ലേ, അയാളെ ശറാബ് കുടിച്ചിട്ടില്ലേ, വെള്ളത്തിന്റെ ആളല്ലേ എന്ന് യഹൂദികൾക്ക് പറയാൻ വേണ്ടി മൗലവിമാര് ശറാബിന്റെ അർത്ഥം മാറ്റിയിട്ട് കള്ളിന് അർത്ഥം വെച്ചതാ മുസ്ലിമീങ്ങളെ. ഞാൻ വായിക്കട്ടെ, കേട്ടോ. അനസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് സഖൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖദഹി ഹാദ ശറാബ കുല്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഈ പാത്രത്തിൽ ശറാബ് കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, സർവ ശറാബും കുടിപ്പിച്ചിട്ടുണ്ട്. അൽ അസല, തേന് കുടിപ്പിച്ചിട്ടുണ്ട്. വന്നബീര, മുന്തിരിങ്ങന്റെ ശറാബ് കുടിപ്പിച്ചിട്ടുണ്ട്. വൽമാ, വെള്ളശറാബ് കുടിപ്പിച്ചിട്ടുണ്ട്. വല്ലബന, പാലിന്റെ ശറാബും കുടിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഹദീസ് കേട്ടോ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാൻ, റസൂലുള്ളാഹി റമളാനിൽ യാത്ര ചെയ്തു. ഫസാമ, റസൂലുള്ളാഹി നോമ്പെടുത്തു. ഹത്താ ബലഗ ഉസ്മാൻ, ഉസ്മാൻ പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ثم دعا بإناء فيه شراب ثم دعا, റസൂലുള്ളാഹി കൊണ്ടുവരാൻ പറഞ്ഞു പാത്രം. ഫീഹി ശറാബ്, അതിന് ശറാബുണ്ട്. ഫശരിബഹു നഹാറൻ, ആ ശറാബ് റസൂലുള്ളാഹി പകലിൽ കുടിച്ചു. ലിയറാഹു നാസു, ജനങ്ങളെ കാണാൻ വേണ്ടി. ثم അഫ്തറ, അങ്ങനെ റസൂലുള്ളാഹി നോമ്പ് മുറിച്ചു. ഹത്താ ദഖല മക്ക, മക്കയിലേക്ക് കടന്നു. അപ്പൊ റസൂലുള്ളാഹി ശറാബ് കുടിച്ചു എന്ന് മുസ്ലിമിന് ഹദീസുണ്ട്. അപ്പൊ ശറാബ് കള്ളാണ് എന്ന് പറഞ്ഞത് എന്തിനാണ് സക്കറിയ? എന്തിനാ ശറാബ് കുടിച്ച ഇമാമ് വെള്ളത്തിന്റെ ആളാണ് സെലഫി പറഞ്ഞത് എന്തിനാ? ശറാബ് എന്ന് പറഞ്ഞത് എന്തിനാ? റസൂലുള്ളാഹി കള്ളുകുടിയനാണെന്ന് യഹൂദികൾക്ക് പറയാനുള്ള വകുപ്പുണ്ടാക്കിയതാണ് മുസ്ലിമീങ്ങളെ. ഇവർ യഹൂദിചാരന്മാരല്ലെങ്കിൽ ആരാണ് യഹൂദിചാരന്മാർ? പറയൂ മുസ്ലിമീങ്ങളെ, നിഷ്പക്ഷമായി ചിന്തിക്കൂ മുസ്ലിമീങ്ങളെ. ഇവരുടെ കൂടെ പോയി ജുമയാണെന്ന നിലയ്ക്ക് നാദാവൃത്ത മീറ്റിങ്ങിന് കൂടുന്ന ഏതെങ്കിലും പെട്ടുപോയവരുണ്ടോ? റസൂലുള്ളാഹി കള്ളുകുടിയനാണെന്ന ഈ വാദവുമായി നിങ്ങൾ റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് ഹൗദുൽ കൗസർ കിട്ടുമോ? മുജാഹിദേ, ഇമാമികളെ കള്ളുകുടിയന്മാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പ്രവേശനമുണ്ടോ? സെലഫി, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കൂ. ശരിയതാ, ബുഖാരി ചിലപ്പോ നിങ്ങൾക്ക് പറ്റൂല, മുസ്ലിമിന് പറ്റൂല. ബുഖാരിയിലും ബുഖാരി മഹസൂബല്ല, ബുഖാരിയും തള്ളേണ്ടതുണ്ട് എന്ന് സക്കരിയ പറഞ്ഞിട്ടുണ്ട്. സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടുണ്ട് പോലും ആ 2 ബുഖാരി എന്ന കിതാബിന്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവനൊന്നും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഹസൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല.
എന്നാ ഖുർആൻ കേട്ടോ ശറാബ് ഖുർആൻ കേട്ടോ ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബ്. അല്ലാഹ് ഖുർആനിൽ പറയുന്നു ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബ്. അല്ലാഹ് മേൽഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കിയിട്ടുണ്ട്. മിൻഹു ശറാബ്, അതിൽ ശറാബുണ്ട്. നമ്പർ വേണോ മൗലവിമാരെ? സൂറത്തുണ്ടായിരുന്ന 10ാമത്തെ ആയത്തിലിടിച്ചോ. അല്ല വലിയ നിയമത്തായിട്ട് പറയുന്നു. അല്ല ആകാശത്തിന് ശറാബിറക്കിയിട്ടുണ്ട്. ശറാബ് കള്ളാണല്ലേ? അല്ല കള്ളറക്കിയതാണല്ലേ? ഇസ്തിറാഫ ചെറുക്കാക്കാൻ വേണ്ടി അതേ സ്ഥിതിയെ നിങ്ങൾ കള്ളുകുടിയനാക്കിയിട്ട് റസൂലുള്ളാഹിയെയും അള്ളാനെ തന്നെയും കള്ളിന്റെ ആളാക്കാൻ വേണ്ടി വന്ന ഓ യഹൂദി ചാരന്മാരെ, ഈ സമുദായത്തിന് നിങ്ങൾക്ക് സ്ഥാനമില്ല കേട്ടോ. ഇനി ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കൂ. ഈ കിതാബിന് മുസ്തഹ്സിറൻ ശറാബെന്ന് പറഞ്ഞതല്ലേ ഈ മൗലവി പച്ചക്കള്ളം കള്ളുകുടിയനാക്കാൻ വേണ്ടി പറഞ്ഞത്? ഇങ്ങനെയല്ലേ ഇവരായ തോന്നല്? ഇങ്ങനെയല്ലേ ഇവരെ കിതാബ് വായിച്ചത്? ഇങ്ങനെയല്ലേ ഇവരെ വഞ്ചിച്ചത്, കബളിപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് മൂപ്പര് കുറച്ച് പാട്ട് പാടി മൂപ്പര് മുസ്ലിമിനെ കുറ്റം പറയും. അറേബ്യൻ സാഹിത്യം പഠിക്കാൻ വേണ്ടി, അറബി സാഹിത്യം പഠിക്കാൻ വേണ്ടി കത്തുന്നതിന്റെ സാഹിത്യം പഠിച്ചു ചെല്ലുമ്പോ അതിൽ പഴയ കാലത്തുള്ള അറബികൾ പാടി പഴയ പാട്ടുണ്ടാവും. സാഹിത്യം പഠിക്കാനാ ആ സാഹിത്യമുള്ള പാട്ടുകളിൽ അദ്ദേഹം എടുത്തുദ്ധരിക്കുകയും അത് ഉദ്ധരിക്കുകയും ചെയ്തത് അത് പെൺപ്രേമിയാണെന്നും പറഞ്ഞില്ലേ? എന്ത് തോന്നിവാസമാണ്. ഇനി നിങ്ങൾ അതായത്തിന്റെ അർത്ഥം അതേ റസൂലുള്ളാഹിന്റെ തെറ്റ് ചെയ്തു പോയാൽ പോകണമെന്നല്ല, തെറ്റ് ചെയ്തു പോയപ്പോൾ എന്നാണ് എന്ന് പറഞ്ഞില്ലേ? അവരക്രമം പ്രവർത്തിച്ചാലെന്നല്ല, പ്രവർത്തിച്ചാരേ അഥവാ അവരിൽ നിന്നൊരക്രമം വന്നുപോയപ്പോൾ അഥവാ കഴിഞ്ഞുപോയ മാവിയായ ഒരു കാര്യമാണ്. ആയത്തിന്റെ അർത്ഥം നിങ്ങളുടെ നേതാവിന്റെ ബുക്ക് നോക്കി വായിക്കുന്നു. അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും അങ്ങനെ അവർ നിന്റെടുത്ത് വരികയും അള്ളാഹുവിനോട് അവർ പാപമോചനം തേടുകയും നബി അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു അവരുടെ പാശ്ചാത്താപം സ്വീകരിക്കുന്നതാകുന്നു എന്നാണ് പ്രസ്തുത ആയത്തിന്റെ ആശയം. നിങ്ങളിവിടെ ചെയ്താൽ, തേടുകയും ചെയ്താൽ എന്ന അർത്ഥം ശരിക്കു തന്നെ നിങ്ങളിവിടെ എഴുതിപ്പോയില്ലേ മൗലവിമാരെ? ഇനി അതാ ഇതിന് കഥീർ പറഞ്ഞത് കാണുക. തങ്ങളുടെ പക്കലിന് പാപമോ അനുസരണക്കേടോ സംഭവിച്ചാൽ, തങ്ങളുടെ പക്കലിന് പാപമോ അനുസരണക്കേടോ സംഭവിച്ചാൽ, തങ്ങളുടെ പക്കലിന് പാപമോ അനുസരണക്കേടോ സംഭവിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് അവിടെ വെച്ച് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും പാപമോചനം തേടാൻ നബിയോട് ആവശ്യപ്പെടുകയും വേണമെന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരോട് അല്ലാഹു നിർദ്ദേശിക്കുന്നു. അപ്പൊ നബിയോട് തേടാൻ ആവശ്യപ്പെടണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുന്നു. ഖുർആന്റെ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞത് അങ്ങനെയാണെന്ന് നിങ്ങളും സമ്മതിച്ചില്ലേ മൗലവിമാരെ? ഇനി നിങ്ങളെ ഖുർആൻ പരിഭാഷ ഞാൻ ഉസങ്കടിയിൽ വായിച്ചില്ലേ? ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല അതിനുശേഷമുള്ളവർക്കും അത് ബാധകമാണെന്ന്. അതേ വരുന്ന ബാധകം നിങ്ങൾ ആമാനിനോട് പറഞ്ഞില്ലേ? എന്നിട്ടോ അതിന്റെ ശേഷം മരണശേഷം അത് ബാധകമല്ലെന്ന് അദ്ദേഹത്തിന്റെ വകയിൽ ദുർവ്യാഖ്യാനം എഴുതിയത് ഞാനവിടുന്ന് വിശദീകരിച്ചതല്ലേ? ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിന്റെ CD ഇറങ്ങുമ്പോ ഞാനതിൽ കേട്ടിക്കോളാം. നിങ്ങൾ പറയുന്ന അതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വാദം മുഴുവനും വരിക്കാനല്ലേ ഞങ്ങൾ ഇട്ടാലല്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞു എല്ലാ ഓരോ സത്യവിശ്വാസിക്കും ബാധ്യതയാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം അല്ല, വഫാത്തിന്റെ ശേഷം. ഞാനൊന്നുകൂടി വായിക്കാം, തിരിച്ച് മൗലവിയെന്ന് മനസ്സിലാക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താമൂത്തുകളെ അനുസരിച്ചത് റസൂലിനെ
നിഷേധിക്കലായിത്തീരുന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ രീതികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ രീതികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ രീതികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം അതാകട്ടെ അവരവരോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണമുണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. അപ്പൊ അല്ലാഹു അറിയിക്കുന്നതിലാണ്. പിന്നെ മുജാഹിദിന്റെ അഭിപ്രായം വേറുണ്ട്. അതിന്റെ ശേഷം അതാ നിങ്ങൾ വായിച്ചത്. മുജാഹിദിന്റെ അഭിപ്രായം എന്താ? അതിന്റെ ശേഷം പറഞ്ഞു ഇപ്പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ തെളിവായത്തല്ല ഹദീസല്ല. കേട്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെല്ലലും അവിടുന്ന് പാപമോചനം തേടലും അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണല്ലോ സാധ്യമാവുക. അയ്യോ, ഒരു ടിക്കറ്റ് ആർക്കും കഴിയും, ആർക്കാണ് ഇത് കഴിയാത്തത്? അല്ലാതെ സാധ്യമല്ല നിങ്ങൾ പറയുന്നു. എല്ലാ ദുബായും ഖത്തറിലൊക്കെ പോലെ നിങ്ങൾക്ക് അവിടെ മാത്രം പോകാൻ സാധ്യമാകുന്നില്ലല്ലോ. അതിന്റെ അഭിവാദിനും പറഞ്ഞത് നബിയോട് പറയാൻ വേണ്ടി പോലെ പരിപാടിയില്ല. നബിയോട് പറയാൻ വേണ്ടി വിളിച്ചാൽ യസ്തഗ്ഫിറുലക്കും റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അതിനുവേണ്ടി വരൂ എന്ന് പറഞ്ഞ് അവിടെ വിശ്വാസികളെ വിളിച്ചാൽ അത് സാധ്യമല്ല. തലയം തിരിച്ചുകളയും അവർ തിരിഞ്ഞു പോകുന്നത് കാണാം. എന്തുകൊണ്ട്? അവർ തുറന്നവരാണ്. ഞങ്ങളെ ഭർത്താവിനോട് ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അല്ല വരും. അതിനോടൊപ്പം നബിന്റെ ശുപാർശ വേണ്ട എന്ന അഹങ്കാരമാണ് എന്ന് ഖുർആൻ അവിടെ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ സാധിക്കൂലാന്നാ പറഞ്ഞത്, ഖുർആനിലുണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ് കേട്ടോളൂ. എന്ത് പാവം ചെയ്താലും റസൂൽ തിരുമേനിയുടെ ഖബറിലേക്കൊന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്നും മറ്റുമുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ദൂരീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി തൽപര കക്ഷികൾ ഈ വചനം ഉപയോഗപ്പെടുത്താറുണ്ട്. അതെങ്ങനെ നബിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മാത്രം പോരല്ലോ, റസൂലുള്ളാഹിനോ അള്ളാഹിനോടും പുറത്തുനിന്ന് അവിടെ തന്നില്ലേ? അങ്ങനെ ഒരു തൽപര കക്ഷിയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതിണ്ടാക്കിയതാണ്. റസൂൽ ശുപാർശയും ചെയ്യണം, അള്ളാഹിനോട് പുറത്തുനിന്ന് വേറെ നടത്തുകയും വേണമെന്ന ഇതെന്ത് തൽപര കക്ഷിയാണ് അവിടെ? പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? ജീവിതകാലത്ത് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്നതും അതും ഒരുപോലെയാണെന്ന് ജനിപ്പിക്കുന്നു. ഇത് തികച്ചും നിരർത്ഥകമാണെന്നുള്ള വീഴ്ചത്ത് എന്തുകൊണ്ട് നിരർത്ഥകമാണ്? അങ്ങനെ അപേക്ഷിച്ചാൽ തന്നെയും റസൂൽ തിരുമേനി ഇവർക്കൊരു പാപകം തേടുക എന്ന ഉപാധി ജീവിതകാലത്തെ പൂർത്തിയാകുമെന്ന് പറയേണ്ടതില്ല. നിങ്ങളെ വർഷം വേണ്ടി ഏതെങ്കിലും ആവശ്യമില്ല. ഖുർആനിൽ പറഞ്ഞത് എന്താണെന്നുള്ള നിങ്ങൾ ആവശ്യം. ഖുർആൻ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു മൗലവി വിശ്വസിച്ചിട്ടുണ്ടല്ലേ? മൗലവിയുടെ വാക്കുകൾ ഇസ്ലാമിൽ തെളിവാകുന്നു. ഖുർആനെ തെളിവാവൂ, ഹദീസിനെ തെളിവാവൂ, ഇജ്മാഇനെ തെളിവാവൂ, ഖിയാസിനെ തെളിവാവൂ. ഖുർആനിൽ പറഞ്ഞതിനെയാണ് നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞത് പറയേണ്ടതില്ല. അങ്ങനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രസംഗത്തിൽ പറയാം. വാദപ്രയാസത്തിന് ശരിയാവില്ല. വാദപ്രയാസത്തിന് അപ്പുറം ഇപ്പുറത്തെ വായിച്ച് വിശകലനം ചെയ്യാനാണ്